يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله على عظيم نعمه فرض الفرائض على عباده ليثيبهم بكرمه وشرع لهم النوافل ليزيدهم من فضله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ ഏറ്റവും പരമപ്രാധാന്യമർഹിക്കുന്ന കടമയാണ് റഹ്മാനായ റബ്ബിൻ്റെ മഹബ്ബത്ത്, അവൻ്റെ തൃപ്തി, അതുപോലെ തന്നെ അവൻ്റെ ഇഷ്ടം നമ്മിൽ ഉണ്ടാകുവാൻ ആവശ്യമായ കാര്യങ്ങളിൽ സദാ ശ്രദ്ധയുള്ളവരായിരിക്കണം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കരസ്ഥമായി കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ നിരവധിയാണ് എന്ന് പറയേണ്ടതില്ല. അതിനുള്ള മാർഗങ്ങൾ എന്താണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു അറിയിച്ചതായി ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. എൻ്റെ അടിമ എന്നിലേക്ക് ഏറെ അടുക്കുന്നത്, എനിക്കേറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തിയായിട്ടവൻ ചെയ്യുന്നത്, ഞാൻ അവനോട് നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവൻ കൃത്യമായി നിർവഹിക്കുമ്പോഴാണ്. തുടർന്നുകൊണ്ട് അള്ളാഹു അറിയിക്കുന്നത്, എൻ്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ഏതുകൊണ്ട്? ബിന്നവാഫിൽ, സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട്, ഐച്ഛികമായ കാര്യങ്ങൾ കൊണ്ട് എൻ്റെ അടിമ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അടുത്ത് അവൻ്റെ അടുപ്പം ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങളിലൂടെ എന്നോട് അടുപ്പം വർദ്ധിക്കുമ്പോൾ ഹത്താ ഉഹിബ്ബഹു, അങ്ങനെ ഞാൻ അവനെ സ്നേഹിക്കും. അങ്ങനെ ഞാൻ അവനെ സ്നേഹിച്ചു കഴിഞ്ഞാലോ ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ കേൾക്കുന്ന കാത് ഞാനായിത്തീരും, അവൻ കാണുന്ന കണ്ണ് ഞാനായിത്തീരും, അവൻ പിടിക്കുന്ന കൈ ഞാനായിത്തീരും, അവൻ നടക്കുന്ന കാൽ ഞാനായിത്തീരും. മാത്രമല്ല, അവൻ എന്നോട് വല്ലതും ചോദിച്ചാൽ തീർച്ചയായും ഞാൻ അവന് കൊടുത്തിരിക്കും. എന്നോടവൻ വല്ല കാര്യത്തിലും അഭയം തേടിയാൽ തീർച്ചയാണ് ഞാൻ അവന് അഭയം നൽകും. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബ് പറഞ്ഞതായി നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള ഈ ഹദീസിന്റെ പൊരുൾ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അല്ലാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത് നമ്മുടെ നിർബന്ധമായ കാര്യങ്ങളാണ്. റബ്ബിനതാണ് ഏറ്റവും ഇഷ്ടം. അത് കഴിഞ്ഞാൽ ആ നിർബന്ധമായ കർമ്മങ്ങൾക്ക് പുറമേയുള്ള സുന്നത്തുകൾ എമ്പാടുമുണ്ട്. ആ സുന്നത്തുകളിലൂടെ നമ്മൾ അല്ലാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടുകയായി. അല്ലാഹ് ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മിൽ നിന്ന് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കേൾവി ഉണ്ടാകില്ല. അതാണ് അതിൻ്റെ ഉദ്ദേശം. ഞാൻ അവൻ്റെ കണ്ണാകും, കാതാകും, കയ്യാകും, കാലാകും എന്നൊക്കെ അള്ളാഹു പറഞ്ഞാൽ അത് തെറ്റിദ്ധരിച്ച ഒരുപാട് പിഴച്ച കക്ഷികളുണ്ട്. അവരതുകൊണ്ട് മനസ്സിലാക്കിയത് അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അള്ള ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അവരും ചെയ്യും. അള്ള കാണും പോലെ കാണും, കേൾക്കും പോലെ കേൾക്കും, എല്ലാ ശക്തികളും അവർക്ക് അങ്ങോട്ട് കിട്ടും.
അങ്ങനെ അള്ളാഹിനോട് വിളിച്ചു പ്രാർത്ഥിക്കും പോലെ ഇവരോടൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരെല്ലാം കേൾക്കും, കാണും, റബ്ബിൻ്റെതായ കാഴ്ചയും കേൾവിയും ഒക്കെ അവർക്കും ലഭിക്കും എന്ന് തെറ്റിദ്ധരിച്ച പിഴച്ച കക്ഷികളുണ്ട്. അതല്ല ഈ ഹദീസിന്റെ ഉദ്ദേശം. മറിച്ചതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആരെ അള്ളാഹു സ്നേഹിച്ചുവോ, റബ്ബൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന്റെ കാതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് അവൻ കേൾക്കില്ല, അവന്റെ കണ്ണുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതിലേക്ക് അവൻ നോക്കുകയില്ല, അവന്റെ കൈ റബ്ബിന് ഇഷ്ടമില്ലാത്തിടത്ത് സ്പർശിക്കുകയില്ല, അവന്റെ കാലുകൾ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ചലിക്കുകയില്ല. ആ ഒരവസ്ഥയാണ് അല്ലാഹു തആല പറയുന്നത്. അങ്ങനത്തെ ഒരു പദവിയിലേക്ക് നമ്മൾ ഉയർന്നാൽ റബ്ബിന്റെ ഓഫർ എന്താണ്? എന്നോട് ചോദിച്ചാൽ ഞാൻ തീർച്ചയായും കൊടുക്കും, എന്നോട് അഭയം തേടിയാൽ ഞാൻ അവന് കാവൽ നൽകും എന്നാണ്. ഇത് മഹത്തായ പദവിയാണ്. ഈ പദവിയിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധ്യമാകണം. അതിനുള്ള മാർഗം എന്താണ്? നവാഫിലുകൾ അധികരിപ്പിക്കണം, സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കണം. ഫർളുകളുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, അതിൽ വിട്ടുവീഴ്ചയില്ല. അതിന്റെ പുറമേയുള്ള സുന്നത്തുകൾ, ഉദാഹരണമായി നമസ്കാരം, 5 നേര നിസ്കാരത്തിന്റെ മുമ്പും പിമ്പുമായിക്കൊണ്ട് ധാരാളം സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. അതിലേറ്റവും മുഅക്കദായ പ്രാധാന്യമർഹിക്കുന്ന സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഒഴിവാകാതെ ഞാനും നിങ്ങളും അത് കൃത്യമായി നിലനിർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു അടിമമാമിൻ അബ്ദിൻ മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമായ അടിമയും അവൻ എല്ലാ ദിവസവും 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നുവെങ്കിൽ ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവൻ ഒരു വീട് നിർമ്മിക്കപ്പെടാതിരിക്കുകയില്ല. സ്വർഗ്ഗത്തിൽ ഒരു വീട്, സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനം നമ്മിൽ ആരാണ് കൊതിക്കാത്തത്? നമ്മിൽ ആരാണത് മോഹിക്കാത്തത്? അതിനുവേണ്ടിയല്ലേ നമ്മുടെ നിരന്തര പ്രാർത്ഥനകൾ. എങ്കിൽ പ്രാർത്ഥനകൾ സാർത്ഥകമാകണമെങ്കിൽ പ്രാർത്ഥനക്കനുസരിച്ച പ്രവർത്തനങ്ങൾ വേണം. അതിൽ പ്രാധാന്യമർഹിക്കുന്നു 12 റക്അത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും ഒന്നാമതായി വരുന്നത് ഫജ്ർ നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് നമ്മൾ നിർവഹിക്കേണ്ട 2 റക്അത്താണ്. ഖൈറു മിനദ് ദുനിയാ വമാ ഫീഹാ, ദുന്യാവും ആ ദുന്യാവിലുള്ള സകല വസ്തുക്കളെക്കാളും നിനക്കത് ഖൈറാണെന്ന്. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് ഇതിന്റെ വാല്യൂ കണക്കാക്കുക? എങ്ങനെയാണ് അതിന്റെ മൂല്യം കണക്കാക്കാൻ ആർക്കാണ് സാധിക്കുക? ഈ ദുന്യാവും ദുന്യാവിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും, ഇവിടെ കോടാനുകോടി ആസ്തികളുള്ള വലിയ വലിയ സമ്പത്തിന്റെ കൂമ്പാരങ്ങളുണ്ട്, എല്ലാത്തിനേക്കാളും നിനക്ക് നല്ലതാണ് ഫജ്ർ എന്ന ഫർള് നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് നീ നിർവഹിക്കുന്ന 2 റക്അത്ത്. എങ്കിൽ ആ സുബഹിയുടെ പ്രാധാന്യം എത്രയായിരിക്കും? സുന്നത്തിന് വരെ ഇത്രയും മഹത്വമാണെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിലും ഒരിക്കലും ഉപേക്ഷിക്കാത്ത റവാത്തിബു സുന്നത്തുകളിൽപ്പെട്ട 2 റക്അത്തായിരുന്നു അത്. തീർന്നില്ല, ളുഹർ നമസ്കാരത്തിന്റെ മുമ്പ് 4 റക്അത്ത്, ശേഷം 2 റക്അത്ത്, മഗ്രിബിന്റെ ശേഷം 2 റക്അത്ത്, ഇശാഇന്റെ ശേഷം 2 റക്അത്ത്, ടോട്ടൽ 12 റക്അത്ത്. ഈ 12 റക്അത്ത് ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത്. അഥവാ വല്ലപ്പോഴും നഷ്ടപ്പെട്ടോ, ളുഹറിന്റെ മുമ്പ് നിങ്ങൾക്ക് വല്ല തിരക്കുകളും സംഭവിച്ച് എപ്പോഴെങ്കിലും 4 റക്അത്ത് നിസ്കരിക്കാൻ വിട്ടുപോയോ, എങ്കിൽ നിങ്ങളത് നിസ്കാരത്തിന്റെ ശേഷം, ളുഹറിന്റെ ശേഷമുള്ള 2 നിസ്കരിച്ചതിന്റെ ശേഷം നിങ്ങളത് വീണ്ടെടുക്കുന്നു എന്ന ഉദ്ദേശത്തോടെ നിങ്ങളത് നിസ്കരിച്ചു പൂർത്തിയാക്കണം. അത്ര പ്രാധാന്യമുണ്ട് ഈ 12 റക്അത്തുകൾക്ക് എന്ന് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. മറ്റു സുന്നത്തുകൾ വേറെയുമുണ്ട്. അതിൽ പ്രാധാന്യമർഹിക്കുന്നതാണ് രാത്രിയിലെ വിത്ർ നമസ്കാരം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചിരുന്നു, ഔത്തിറു ഖബ്ല അൻ തുസ്ബിഹു, സുബഹിയാകുന്നതിന്റെ മുമ്പ് നിങ്ങൾ വിത്ർ നമസ്കരിക്കണം. അഥവാ നമുക്ക് എന്ത് ചെയ്യാം? ഇശാ നമസ്കാരത്തിന്റെ 2 റക്അത്ത് സുന്നത്തും കഴിഞ്ഞ് സുബഹിയാകുന്നതിന്റെ ഇടയ്ക്ക് എപ്പോഴും നമുക്ക് നിർവഹിക്കാവുന്നതാണ് ആ പ്രത്യേകമായ നിസ്കാരം. ഇതും നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ പുറമെ രാവിലെ ദുഹാ നമസ്കാരമുണ്ട്. സുബഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യോദയം നടന്ന് ഒരു 15-20 മിനിറ്റിന്റെ ശേഷം ളുഹർ ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് വരെ നമുക്ക് നിർവഹിക്കുവാൻ ധാരാളം സമയം കിട്ടുന്ന ഒരു നിസ്കാരമാണ് ളുഹാ നമസ്കാരം. ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും അതും നമ്മൾ പതിവാക്കുക. ഇതുകൊണ്ടൊക്കെ നമുക്ക് ലഭിക്കുന്നത് അത്യുന്നതമായ പദവികളാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഏതൊരു മാർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നമ്മൾ ഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജദ, നീ അല്ലാഹുവിന് വേണ്ടി ഒരു സുജൂദ് നീ ചെയ്യുമ്പോൾ
ഇല്ലാ റഫഅകല്ലാഹു ബിഹാ ദറജ. അതുകൊണ്ട് റബ്ബിന്റെ അടുക്കലേക്ക് നിന്റെ പദവി ഉയരുകയാണ്. വഹത്ത അൻക ബിഹാ ഖതീഅ, നിന്നിൽ പാപങ്ങൾ കൊഴിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പലരും ഇതൊക്കെ എപ്പോഴും പറയുന്നത് അതൊരു സുന്നത്തല്ലേ, അത് സുന്നത്ത് നിസ്കാരല്ലേ, ഇവിടെ ഫർള് നിസ്കരിക്കാൻ തന്നെ പലപ്പോഴും നേരല്ല എന്ന ലാഘവ ബുദ്ധി നമുക്കാർക്കും ഉണ്ടാകരുത്. ആരെങ്കിലും ഇതിൽ വീഴ്ച വരുത്തിയെങ്കിൽ ഇന്ന് മുതൽ ഒരു പ്രതിജ്ഞയോടുകൂടെ മുന്നോട്ട് പോവുക. ഈ 12 റക്അത്തും ളുഹായും വിത്റും നിസ്കാരത്തിൽ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി ഞാൻ ഇന്നു മുതൽ മാറ്റുമെന്ന് സർവശക്തനായ റബ്ബ് നമുക്കെല്ലാം അവന്റെ ഇഷ്ടം പിടിച്ചു പറ്റുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സുന്നത്ത് നമസ്കാരങ്ങളുടെ കാര്യത്തിൽ അലസതയുണ്ടാകരുത്. അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവുമൊക്കെ നമുക്ക് വെളിപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് ഇതിൻ്റെ മഹത്വം മനസ്സിലാകുമ്പോൾ റബ്ബേ എനിക്കൊന്ന് തിരിച്ചു പോകാനുള്ള അവസരം തരുമോ, ഇതൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ ഫർളുകളൊക്കെ ഒന്ന് പൂർത്തീകരിക്കട്ടെ എന്ന് പറയാൻ നമ്മൾ കൊതിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാളെ മഹ്ശറിൽ ആദ്യ വിചാരണ നമ്മുടെ കർമ്മങ്ങളില്ലെന്ന് നിസ്കാരത്തെ സംബന്ധിച്ചായിരിക്കും. 5 നേരത്തെ നിസ്കാരത്തെക്കുറിച്ചാണ് നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് ആദ്യ വിചാരണ നടക്കുക. അത് പരിപൂർണമായി നിർവഹിച്ചിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ പരിപൂർണ പ്രതിഫലം അവൻ അവിടെ കാണും. ഇനി അത് പരിപൂർണമാക്കാൻ അവന് സാധിച്ചിട്ടില്ല, അഥവാ അവൻ നിസ്കരിച്ച നിസ്കാരങ്ങളിൽ പലപ്പോഴും ശ്രദ്ധ തെറ്റിയിട്ടുണ്ട്, പലപ്പോഴും സമയം തെറ്റിയിട്ടുണ്ട്, പലപ്പോഴും ജമാഅത്തിന് പങ്കെടുക്കാതെ പറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഫർളിന്റെ കാര്യത്തിൽ തന്നെ പലപ്പോഴും അവനിൽ പൂർണ്ണമായ ഒരർത്ഥത്തിൽ അതിൻ്റെ പ്രതിഫലത്തിന് അവൻ യോഗ്യത നേടിയിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനോട് പറയും, ഉൻളുറു, പരിശോധിക്കൂ, ഹൽ തജിദൂന ലിഅബ്ദി മിൻ തതവ്വുഇൻ ഫതുക്മിലൂന ബിഹാ ഫരീളതഹ്. എൻ്റെ അടിമക്ക് വല്ല സുന്നത്തുകളുമുണ്ടോ എന്ന് പരിശോധിക്കൂ. അവൻ വല്ല സുന്നത്തുകളും നിസ്കരിച്ചിട്ടുണ്ടോ എങ്കിൽ ആ സുന്നത്തുകൾ മുഖേന അവന്റെ ഫർള് നിർവഹിച്ചതിൽ വന്ന പോരായ്മകളെ പരിഹരിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രത്യേകം ഓർഡർ നൽകുകയാണ്. റബ്ബിനറിയാത്തത് കൊണ്ടല്ല, അവിടെ റബ്ബിന് മനസ്സിലാക്കാഞ്ഞിട്ടൊന്നുമല്ല, നമ്മെ പഠിപ്പിച്ചു തരികയാണ് എത്രത്തോളമാണ് സുന്നത്തിന്റെ പ്രാധാന്യമെന്ന്. നമ്മളൊക്കെ ജുമാ നിസ്കരിക്കുന്നു, ഫർള് നിസ്കരിക്കുന്നു, മറ്റു വഖത്തുകൾ നിസ്കരിക്കുന്നു. അതൊക്കെ എത്രത്തോളം റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകുന്ന നിലക്കാണ് നമ്മുടെയൊക്കെ മനസ്സുകളുള്ളത്, ചിന്തയുള്ളത്. നമ്മുടെ ഏകാഗ്രമാണോ നമ്മുടെ മനസ്സുകൾ? ഖുശൂഅ് എത്രത്തോളം ഉണ്ട്? പോരായ്മകൾ സ്വാഭാവികമാണ് സഹോദരങ്ങളെ. ആ പോരായ്മകളൊക്കെ നികത്താൻ, അതിനെ പരിഹരിക്കാൻ നമ്മുടെ നന്മയുടെ റെക്കോർഡിൽ സുന്നത്തുകളുണ്ടോ എന്ന പരിശോധന മഹ്ശറിൽ നടക്കുമ്പോൾ റബ്ബേ എന്നെ ഒന്ന് തിരിച്ചു പറഞ്ഞേക്ക്, ഞാൻ കുറച്ച് സുന്നത്ത് നിസ്കരിച്ച് ഇതൊക്കെ ഒന്ന് ന്യൂനതകൾ പരിഹരിച്ച് മടങ്ങി വരാമെന്ന് പറയാൻ പരലോക നാളിൽ ചാൻസ് ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടത് ചെയ്യാനുള്ള ഇടം ഇവിടെയാണ്. സുന്നത്തുകൾ നമ്മൾ കണിശമായി നിർവഹിക്കുക. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അർത്ഥത്തിൽ നമ്മുടെ കർമ്മങ്ങൾ പൂർണ്ണമായ നിലക്ക് സ്വീകരിക്കപ്പെട്ട് പ്രതിഫലം ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ യോഗ്യതയുള്ളവരിൽ ചേർത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനുകൾക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും ജഹന്നമിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.